السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ വിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിയായ അനുഗ്രഹത്തിൻ്റെ പേരിൽ നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നത് വളരെ പുണ്യമായ ദിനങ്ങളുടെ മുന്നിലാണ്. കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലോകത്തുള്ള ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ പുണ്യഗേഹം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ നാടുകളിൽ നിന്നും പലരും ആ നാട്ടിൽ എത്തിക്കഴിഞ്ഞു. പലരും ഹജ്ജിൻ്റെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയവും ഏതൊരു മുഅ്മിൻ്റെ ഹൃദയവും തുടിക്കുന്ന സമയമാണ്. എങ്ങനെയെങ്കിലും ആ പുണ്യഭൂമിയിൽ എത്തുവാനും ആ പരിശുദ്ധമായ ഗേഹം കാണുവാനും ആഗ്രഹിക്കുന്ന സമയം. അള്ളാഹു നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് എന്നത് ഒരു കുടുംബത്തിൻ്റെ ചരിത്രം സ്മരിക്കലാണ്. ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നാം പഠിച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ചരിത്രത്തെ സ്മരിക്കൽ മാത്രമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബം അല്ലാഹു തആല ഇതിൽ കൂടി ആഗ്രഹിക്കുന്നത് ആ നബിയുടെ ചരിത്രം നാം സ്മരിക്കുകയും നാം അതിൽ നിന്ന് ആ ചരിത്രം സ്മരിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതം ഇബ്രാഹിമി മില്ലത്തിൽ നമ്മുടെ ജീവിതമാക്കി തീർക്കുകയും ചെയ്യൽ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ നബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക. പ്രവാചകന്മാരുടെ നബിമാരുടെ ചരിത്രം നാം പറഞ്ഞു തരുന്നത് അതിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ധൈര്യം നൽകാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം സ്മരിക്കുന്നതിൽ കൂടി ഇന്നത്തെ ആധുനിക മുസ്ലിമീങ്ങളെ നമ്മളെ സംബന്ധിച്ച് അതിൽ ധാരാളം പാഠങ്ങളുണ്ട്. ഖുർആനിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 30-ൽ ചിലവാനം ഉയർന്ന സിഫത്തുകളെ ഗുണങ്ങൾ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. ധാരാളം ഗുണങ്ങൾ, ധാരാളം വിശേഷണങ്ങൾ ഉണ്ടായിരുന്ന നബിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു തആല പറയുകയും ചെയ്തു, ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഇബ്രാഹിമി മില്ലത്തിൽ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ അതിൽ ധാരാളം നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട്. വളരെ വിശാലമായ ചരിത്രമാണ്. ഖുർആൻ വളരെ വിശാലമായി അല്ലാഹു തആല പറയുന്ന നബിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി മുസ്ലിമായി ജീവിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ, അദ്ദേഹം തൻ്റെ നാട്ടിൽ, തൻ്റെ ഭരണകൂടത്തിന് മുന്നിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോവുകയുണ്ട്.
ഇങ്ങനെ ഒറ്റപ്പെട്ട സാഹചര്യത്തിലും അദ്ദേഹം ഉറച്ചു നിന്നു. തൻ്റെ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ, തൻ്റെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ, തൻ്റെ ഭരണകൂടത്തിന് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പതറാതെ ഉറച്ചു നിൽക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കും. കുടുംബം അദ്ദേഹത്തിനെതിരായിരുന്നു, സ്വന്തം വാപ്പ പോലും അദ്ദേഹത്തിനെതിരായിരുന്നു. അള്ളാഹുവിനെ പറ്റിയും ദീനിനെ പറ്റി ഞാൻ പറയുമ്പോൾ വളരെ കടുത്ത നിലയിൽ വാപ്പ പ്രതികരിക്കുമായിരുന്നു. ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. സ്വന്തം വാപ്പ മകനോട് പറഞ്ഞ വാക്കുകളാണ്. നീ ഇത് നിർത്തിയില്ലെങ്കിൽ നിന്നെ കല്ലുകൊണ്ട് ഞാൻ എറിയും, എൻ്റെ വീട്ടിൽ നിന്നെ പുറത്താക്കുന്നതാണ്. ഇങ്ങനെ വളരെ മോശമായ നിലയിൽ വാപ്പയുടെ ഭാഗം പ്രതികരണമുണ്ടായി. തൻ്റെ നാട്ടുകാർ തന്നെ ഒറ്റപ്പെടുത്തി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ച നാട്ടിൽ നടന്നിരുന്ന ചില ആഘോഷങ്ങളെ പറ്റി പറയുന്നുണ്ട്. എല്ലാവരും ആ ആഘോഷത്തിന് വേണ്ടി പോയി. അദ്ദേഹം അവിടെ മാറി നിന്നു. ഖാല ഇന്നി സഖീം, ഞാൻ വരുന്നില്ല, എനിക്ക് രോഗമാണെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ഒഴിവായി. ഈ അവസരത്തിൽ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ അദ്ദേഹം തച്ചുടച്ചു. തിരിച്ചു വന്നപ്പോൾ അവർക്കിടയിൽ ചർച്ചയായി, ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്? നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ ആരാണ് ഉടച്ചത്? അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. നമ്മുടെ നാട്ടിൽ ഒരു ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ, ഒറ്റപ്പെട്ട ഒരു പ്രത്യേകമായ ജീവിതം അവനാകാൻ സാധ്യതയുണ്ട്. നാട്ടിൽ ഒറ്റപ്പെട്ടു. ഭരണകൂടത്തിന് മുന്നിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു. ഭരണകൂടത്തിന് ജനങ്ങൾ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, റേഷൻ, അത് ലഭിക്കാതായി. അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടു, തടയപ്പെട്ടു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല എഴുതുന്നുണ്ട്, തൻ്റെ വീട്ടിലേക്ക് മടങ്ങി, ഒന്നുമില്ലാതെ കാലിയായി ഇബ്രാഹിം അലൈഹി സ്വലാം മടങ്ങി. ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന ചിന്തയിൽ അദ്ദേഹം കൊണ്ടുപോയ സഞ്ചിയിൽ കുറച്ച് മണലുമായി നിറച്ചു. അത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് അദ്ദേഹം നാണം കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്ലാഹു തആല അവൻ്റെ കുദ്റത്ത് കൊണ്ട് അദ്ദേഹം വെച്ച ആ സഞ്ചിയിൽ അദ്ദേഹം നിറച്ച മണലിനെ അല്ലാഹു തആല മാവാക്കി അല്ലാഹു തആല മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭരണകൂടം അദ്ദേഹത്തെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു. ഇങ്ങനെ നാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ ഒറ്റപ്പെട്ടു പോയൊരു ജീവിതം. എന്തിൻ്റെ പേരിൽ? മുസ്ലിമായി ജീവിക്കാൻ കാലെടുത്തു വെച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെന്നൊരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ എല്ലാ നിലക്കും അദ്ദേഹം ഒറ്റപ്പെട്ടു. നമുക്ക് പഠിക്കാനുള്ള പാഠം, ഈ ഒറ്റപ്പെട്ട സാഹചര്യത്തിലും അദ്ദേഹം പതറിയില്ല. ഭൂരിപക്ഷം എങ്ങനെയാണെന്ന് ചിന്തിച്ച് അദ്ദേഹം അവരെ കൂടെ കൂടിയില്ല. ഭൂരിപക്ഷം എനിക്കെതിരാണെന്ന് ചിന്തിച്ച് അദ്ദേഹം ഭയപ്പെട്ടതുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ ഇന്നത്തെ നമുക്കുള്ള ഏറ്റവും വലിയ പാഠം. ജനങ്ങൾ എങ്ങനെ, ഞാനും അങ്ങനെ എന്നൊരു നിലപാട് മുസ്ലിമിനില്ല. നാട്ടു നടപ്പെങ്ങനെ, എൻ്റെ നിലപാട് അങ്ങനെ എന്നൊരു നിലപാട് മുസ്ലിമിനില്ല. കൂട്ടുകാരെങ്ങനെ, ഞാനും അങ്ങനെ. ഭാര്യയുടെ ആഗ്രഹം എങ്ങനെ, ഭാര്യ വീട്ടുകാരുടെ ആഗ്രഹം എങ്ങനെ, ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ തീരുമാനത്തെയും തൻ്റെ ലക്ഷ്യത്തെയും മാറ്റുന്നവനല്ല മുസ്ലിം. മുസ്ലിമിന് വ്യക്തമായ നിലപാടുണ്ടാകും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യകൂനു ഇമ്അതൻ അന മഅൻ നാസ്. നിങ്ങൾ ഇമ്അതൻ, നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞാൽ അന മഅൻ നാസ്, ജനങ്ങൾ എങ്ങനെയാണോ ഞാനും അങ്ങനെ എന്നൊരു നിലപാട് മുസ്ലിമിനുണ്ടാകാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുക. എത്രത്തോളം? മൻ കഫറ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും 800 കോടി മനുഷ്യരും സത്യനിഷേധികളായി എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഭൂരിപക്ഷത്തെ കണ്ടവരെ കൂടെ കൂടരുത്. നിങ്ങൾ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നവരാകണം എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ജനങ്ങളുടെ രീതിയും നാട്ടു നടപ്പും ഭൂരിപക്ഷവും നോക്കി ജീവിക്കുന്നവരല്ല മുസ്ലിം. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല പറയുമായിരുന്നു, നിങ്ങൾ ജനങ്ങളെ പോലെ നിങ്ങളായിത്തീരരുത്. എന്ത് പറയുന്നു? കദ്ദാബത്തിൻ, ഒരു മൃഗത്തെ പോലെ നിങ്ങളായിത്തീരരുത്. ആ മൃഗത്തിൻ്റെ നയിക്കുന്ന, അതിൻ്റെ യജമാനൻ എങ്ങോട്ട് ഒലിക്കുന്നു അങ്ങോട്ട് പോകുന്ന മൃഗത്തിൻ്റെ ശൈലി. ഒരു മൃഗം അതിൻ്റെ യജമാനൻ കയറി പിടിച്ച് എങ്ങോട്ട് ഒലിക്കുന്നു ആ മൃഗം അങ്ങോട്ട് സഞ്ചരിക്കും. അല്ലെങ്കിൽ 100 കണക്കിന് മൃഗങ്ങളെ വെച്ചുകൊണ്ടുപോകുന്ന ഒരു ആട്ടിടയൻ, അല്ലെങ്കിൽ ഒരു മൃഗത്തെ വെക്കുന്ന മനുഷ്യൻ അതിൻ്റെ മുന്നിൽ പോകുന്ന ആദ്യത്തെ മൃഗത്തെ അതിൻ്റെ കയറിൽ മാത്രം പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അതിൻ്റെ പിറകിൽ വരുന്ന മൃഗങ്ങൾ മുന്നിൽ പോകുന്ന മൃഗം പോകുന്നത് പോലെ പുറകിൽ പോകും. അത് അപകടത്തിലേക്കാണോ എങ്ങോട്ടാണെന്ന് ആ മൃഗങ്ങൾ ചിന്തിക്കുകയില്ല. ഇതുപോലെ നിങ്ങളാകരുത്.
ജനങ്ങളെല്ലാം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ കൂട്ടത്തിൽ ഒഴുകുന്നവരാകരുത്. നിങ്ങൾക്ക് ദീനിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ടാകണം. നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, നാടോടുമ്പോൾ നടുവെ ഓടണം. ഇത് മുസ്ലിമിന്റെ നിലപാടല്ല. ജനങ്ങൾ എങ്ങനെ അങ്ങനെ ഞാനും, മറിച്ച് മുസ്ലിമിന് വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. അവന് വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. നാട്ടു നടപ്പും നാട്ടിലെ ശീലങ്ങളും നാട്ടിലെ പാരമ്പര്യങ്ങളും പൂർവികരെ പാരമ്പര്യങ്ങളും പിൻപറ്റുന്നവനല്ല മുസ്ലിം. മുസ്ലിമിന് വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. ഇസ്ലാം മനസ്സിലാക്കി പിൻപറ്റുന്നവരാണ് മുസ്ലിം. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു മിസ്രിലെ ഭരണം ഏറ്റെടുത്ത സമയം, ഒരു വർഷത്തിൽ ഒരു സമയം നൈൽ നദിയിൽ വെള്ളമൊഴുകാതാകും. ജനങ്ങൾ വന്നു, നാട്ടുകാരായ മിസ്രുകാരായ ജനങ്ങൾ വന്നു. എന്നിട്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടു നടപ്പുണ്ട്, ഒരു ശീലമുണ്ട്. നൈൽ നദി ഒഴുകാതായാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു സുന്ദരിയായ കന്യകയായ സ്ത്രീയെ നല്ല ആഭരണങ്ങൾ അണിയിച്ച് അവരുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി ആഭരണങ്ങൾ അണിയിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ഈ നൈൽ നദിക്ക് ബലി നൽകുന്നതാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു പറഞ്ഞു, ഈ നാട്ടു നടപ്പ് ഇസ്ലാം വന്നതോടുകൂടി ഇല്ലാതായിരിക്കുക. നിങ്ങളുടെ നാട്ടു നടപ്പായിരിക്കും, പക്ഷേ ഇസ്ലാം ഇതിന് വിപരീതമാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, ഞാൻ ഇങ്ങനൊരു നിലപാടെടുത്തിരിക്കുകയാണ്, എന്താണ് ചെയ്യുന്നത്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, അത് തന്നെയാണ്, നാട്ടു നടപ്പനുസരിച്ച് ജീവിക്കേണ്ടവരല്ല മുസ്ലിം. ഉമർ റളിയല്ലാഹു തആല കത്തെഴുതി, എന്ന് പറഞ്ഞാൽ ആ കത്ത് കൊണ്ടുപോയി നൈലിലിട്ടേക്കണം. ഞാൻ എത്തിക്കഴിഞ്ഞാൽ കത്തിൽ അദ്ദേഹം എഴുതി, ഇൻ കുന്ത തജ്രി മിൻ ഖിബലിക് ഫലാ തജ്രി, ഏ നൈലേ, നീ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സഞ്ചരിക്കുന്നത്, ഒഴുകുന്നെങ്കിൽ നീ ഒഴുകേണ്ടതില്ല. അതല്ല, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നീ ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകിയും ജനങ്ങൾക്ക് വേണ്ടി. ചരിത്രത്തിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ആ നൈലിലേക്ക് ഇട്ട മാത്രയിൽ നൈൽ നദി നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോൾ ഈ ചരിത്രത്തിൽ നാട്ടു നടപ്പ് അതുപോലെ മുസ്ലിമിന്റെ ജീവിതം ഒരിക്കലുമില്ല. ജനങ്ങൾ ഭൂരിപക്ഷം എങ്ങനെ, അങ്ങനെ എൻ്റെ ജീവിതം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു നാട്ടിൽ നിന്നും, കിന്ദ എന്ന നാട്ടിൽ നിന്നും അദ്ദേഹം ഒരു സ്ത്രീ വിവാഹം കഴിച്ചു. വിവാഹത്തിന്റെ രാത്രി അദ്ദേഹം സ്ത്രീയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടെല്ലാം ഇങ്ങനെ ലൈറ്റ് എല്ലാം അന്നത്തെ കാലഘട്ടത്തിലെ വെളിച്ചമിട്ട് അലങ്കരിച്ച് ഇങ്ങനെ ഭംഗിയാക്കിയിരിക്കുന്നത് കണ്ടു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഇതെന്താണ്? പരിശുദ്ധ കഅബയെ നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണോ? വിവാഹത്തിന്റെ പേരിൽ എന്തെല്ലാം നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹബീബായ തങ്ങൾ, എൻ്റെ ഖലീലായ ഹബീബായ തങ്ങൾ എന്നോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടില്ല. വിവാഹത്തിന്റെ പേരിൽ ഇങ്ങനെയെല്ലാം ആഘോഷിക്കാൻ എൻ്റെ ഹബീബായ തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം അടിച്ചു മാറ്റണം എന്ന് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു പറയുന്നത്. ആ ജനങ്ങൾ അവരുടെ നാട്ടിൽ നടപ്പിലാക്കിയതാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു ശീലം, നാടിൻ്റെ ഒരു ഒഴുക്ക്, അതുപോലെ ഒഴുകുന്നവനല്ല മുസ്ലിം. മുസ്ലിമിന് വ്യക്തമായ നിലപാട് ലക്ഷ്യവും ഉണ്ടാകും, വ്യക്തമായ മാർഗവും ജീവിത രീതിയും ഉണ്ടാകും. അത് കാണിച്ചിട്ടാണ് ഹബീബായ തങ്ങൾ പോയത്. അവിടെ ഭൂരിപക്ഷം എങ്ങനെയാണോ അങ്ങനെ ജീവിക്കേണ്ടവനല്ല മുസ്ലിം. ഭൂരിപക്ഷത്തെ നോക്കി ജീവിക്കേണ്ടവനല്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, നീ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, വഇൻ ഖല്ലസ്സാലിഖീൻ, ആ സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം കുറവാണ് എന്ന് വിചാരിച്ച് നീ മാറേണ്ടതില്ല. നീ സത്യത്തിൽ ഉറച്ചു നിന്നുള്ളിൽ അതിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണം കുറവാണ് നീ നോക്കേണ്ടതില്ല. നീ സഞ്ചരിക്കുന്ന മാർഗം സത്യമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നീ തിന്മയിൽ നിന്നും ബാത്തിലിന്റെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കുക. അതിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണത്തിന്റെ വലിപ്പം കണ്ട് നീ അതിൽ കൂടെ നിൽക്കേണ്ടതില്ല. വലിയ ഭൂരിപക്ഷം കണ്ട് നീ കൂടേണ്ടതില്ല. നീ നോക്കേണ്ടത് സത്യമാണോ അസത്യമാണോ എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമായിരുന്നു, മൻ കാന അലൽ ഹഖ് ഫഹുവ ജമാഅത്തുൻ വഇൻ കാന വഹദ. ഒരാൾ സത്യത്തിലാണ് എങ്കിൽ അവൻ ഒറ്റക്കാണെങ്കിൽ പോലും അവൻ ജമാഅത്താണ്, സംഘമാണ്, അവൻ സമൂഹമാണ്, സമുദായമാണ്. ഒറ്റക്കേ ഉള്ളൂ സത്യത്തിന്റെ വഴിയിൽ, പക്ഷെ അവൻ സമൂഹമാണ്. നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് ഭൂരിപക്ഷത്തെ നോക്കി ജീവിക്കാനല്ല. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, ജനങ്ങൾ മുഴുവൻ ഒരു കാര്യത്തിൽ ഒരുമിച്ച് കൂടി, ദീനല്ലാത്തൊരു കാര്യത്തിന് മേൽ ജനങ്ങൾ എല്ലാം ഒരുമിച്ച് കൂടി, മറുഭാഗത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇങ്ങനെ വന്നാൽ നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കാര്യത്തെ നീ എടുത്തുകൊള്ളി, ബാക്കിയുള്ള ജനങ്ങളുടെ വഴികളെ നീ വിട്ടുകളഞ്ഞേക്കും എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു. അവിടെ മുസ്ലിമിന്റെ ചിന്താഗതി ഭൂരിപക്ഷം എവിടെ എന്നതല്ല, സത്യം എവിടെയാണ്, നന്മ എവിടെയാണ്,
ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം ദുആ ചെയ്യുക, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക്കൽ ഖലീൽ, അല്ലാഹുവേ നിന്റെ ചെറിയ സംഘത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ഉമർ റളിയല്ലാഹു ചോദിച്ചു, എന്താണ് ദുആ ചെയ്യുന്നത്? ഈ ദുആ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ചെറിയ സംഘത്തിൽ ഉൾപ്പെടുത്തണമേ. അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ, വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ, നന്ദി കാണിക്കുന്ന ഒരു ചെറിയ സംഘമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഭൂരിപക്ഷമാകുക എന്നുള്ളതല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചെറിയ സംഘം അതാണ് എനിക്ക് മതി. അതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കും. കുഫ്രിന്റെ മുന്നിൽ ഈമാൻ ചെറിയ സംഘമാണ്. ഈമാന്റെ ആളുകളിൽ നമസ്കാരക്കാർക്ക് ചെറിയ സംഘമാണ്. നമസ്കാരക്കാരിൽ സുന്നത്തിന്റെ ആളുകൾ ചെറിയ സംഘമാണ്. സുന്നത്തിൽ തന്നെ സ്വഭാവമുള്ളവർ ചെറിയ സംഘമാണ്. അതുകൊണ്ട് മുസ്ലിം നോക്കുന്നത് എവിടെ ഭൂരിപക്ഷം കൂടുതൽ ആളുകൾ, നാട്ടു നടപ്പെങ്ങനെ, ജനങ്ങൾ എങ്ങോട്ട് ഒഴുകുന്നു, ഇതെല്ലാം നോക്കിയിട്ട് ജീവിക്കുന്നവരല്ല മുസ്ലിം. മുസ്ലിമിന് വ്യക്തമായൊരു നിലപാടുണ്ടാകും, വ്യക്തമായ ലക്ഷ്യമുണ്ടാകും. ദീൻ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ മുസ്ലിം ജീവിക്കൂ. ജനങ്ങളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക ഇതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. എല്ലാവരും തൃപ്തിപ്പെടുത്തുക, ഭൂരിപക്ഷം ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, ഇന്നക ലാ തഖ്ദിറു അന്നാസ് കുല്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക ഇത് അസാധ്യമായ കാര്യമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക. ഫസ്ലിഹ് മാ ബൈനക വബൈന അല്ലാഹ്, നീ നിന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ബന്ധം നന്നാക്കിക്കൊള്ളു. ജനങ്ങളെല്ലാവരും തൃപ്തിപ്പെടണം. ഭാര്യ വീട്ടുകാരും മറ്റുള്ളവരും കൂട്ടുകാരും എല്ലാവരും എന്ന വിഷയത്തിൽ സംതൃപ്തനാകണം എന്നൊരു ചിന്ത നിനക്ക് ആവശ്യമില്ല. ഫസ്ലിഹ് മാ ബൈനക വബൈന അല്ലാഹ്, നീ നിന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ബന്ധം നീ നന്നാക്കിക്കൊള്ളു. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ ഖുതുബയിൽ കാണാം, അദ്ദേഹം പറയുമായിരുന്നു, 3 കാര്യങ്ങൾ അതിന്റെ പുറകിൽ നടന്ന് നിന്റെ സമയം നീ പാഴാക്കരുത്. 3 കാര്യങ്ങളുടെ പുറകിൽ നടന്ന് നീ നിന്റെ ജീവിതം പാഴാക്കരുത്. അതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. 1, നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള നിന്റെ അമിതമായ ദുഃഖം, അത് വെറുതെയാണ്. ഹുസ്നുക അലാ മാ ഫാതക, നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ദുഃഖം, കയ്യിൽ നിന്ന് വിട്ടുപോയി, നഷ്ടപ്പെട്ടു പോയി, ലാഭം കിട്ടേണ്ട കാലം കിട്ടിയില്ല, പിന്നെ അതോർത്ത് അത് പറഞ്ഞ് പിന്നെ ദുഃഖിക്കുക, ഒരു പ്രയോജനമില്ല. ആ സമയം പാഴാകുമെന്നല്ലാതെ. പിന്നെ നീ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. അങ്ങനെയായിരുന്നുവെങ്കിൽ അവൻ്റെ വീട് പോലെ എൻ്റെ വീടായിരുന്നെങ്കിൽ, അവൻ്റെ വാഹനം പോലെ എൻ്റെ വാഹനമായിരുന്നെങ്കിൽ, അവനെ പോലെ എനിക്ക് സൗന്ദര്യവും ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ, ജീവിതം പാഴാക്കുന്ന കാര്യമാണ്. 3ാമത് അബ്ദുൽ ഖാദിർ ജീലാനി അഹ്മദ് പറഞ്ഞു, ജനങ്ങളെല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നൊരു ചിന്താഗതിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതം പാഴാവുകയുള്ളൂ, ആ സമയം പാഴാവുകയുള്ളൂ. എല്ലാവരും തൃപ്തിപ്പെടുത്തുക, കൂട്ടുകാരെയും നാട്ടുകാരെയും ഭാര്യയും ഭാര്യ വീട്ടുകാരെയും എല്ലാവരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഷ്ടപ്പെടുക. ഒരു വിവാഹം വെച്ചാൽ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ കഷ്ടപ്പെടുക, സാധ്യമായ കാര്യമല്ല. നമ്മൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എത്രയെത്ര ഹറാമുകളാണ് ചെയ്യുന്നത്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമിന്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നു. ലക്ഷ്യം ഇതാണ്, ജനങ്ങൾ സംതൃപ്തരാകണം. നമ്മൾ നമ്മുടെ ദീനിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി, ദീനിന്റെ പല ഹറാമുകൾ നമ്മൾ പ്രവേശിക്കാനുള്ള കാരണം ജനങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. ജനങ്ങൾ സംതൃപ്തരാകണം. ഒരിക്കലും സാധ്യമായ കാര്യമല്ല. ജനങ്ങളുടെ വാ അടയ്ക്കുക ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു, നിന്റെ സ്ഥാനവും മഹത്വവും നോക്കേണ്ടത് ജനങ്ങളുടെ നാവുകളിലല്ല, ജനങ്ങളുടെ നാവിൽ എന്താണ് അതിനെക്കുറിച്ച് എന്നതല്ല നീ നോക്കേണ്ടത്. ഒരിക്കലും ജനങ്ങളുടെ നാവ് അടങ്ങുകയില്ല, നിന്നെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ദീനിൽ പലപ്പോഴും പല ഹറാമുകൾ പ്രവേശിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നാട്ടുകാർക്ക് വേണ്ടിയാണ്. ഉദാഹരണം നമ്മൾ നിർത്തുവെക്കി, നബി തങ്ങളുടെ സുന്നത്താണ് താടി വെക്കുക എന്നത്, വലിയ സുന്നത്താണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു സുന്നത്താണ്, ഇസ്ലാമിന്റെ ഷിആറാണ്. ഒരാൾ മരിച്ചാലും കൂട്ടത്തിൽ ഖബറിലേക്ക് വരുന്നൊരു സുന്നത്താണ്, മുഴുവൻ അമ്പിയാക്കളും എടുത്തൊരു സുന്നത്താണ്. പക്ഷെ ആ താടി എന്നൊരു സുന്നത്തിനെ നമുക്ക് എടുക്കാനുള്ള മടി, ജനങ്ങൾ എന്ത് പറയും? ഒരിക്കൽ റോമിൽ നിന്നൊരു മനുഷ്യൻ തങ്ങളുടെ മുന്നിൽ വന്നു, താടിയെല്ലാം വടിച്ച് ക്ലീൻ ഷേവാക്കി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ, അമുസ്ലിമായ മനുഷ്യൻ, തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. തങ്ങൾ ചോദിച്ചു, നിന്നോട് ആരാണ് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? എൻ്റെ മുടിയിൽ താടിയെല്ലാം വടിക്കാൻ ആര് കൽപ്പിച്ചു? എൻ്റെ നേതാവ്. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് താടി നീട്ടി വളർത്താൻ വേണ്ടിയാണ്. നബി തങ്ങൾ മുഖം തിരിച്ചൊരു അമുസ്ലിമായി എന്നിട്ട് പോലും അത്രയും തങ്ങൾ വെറുക്കുന്ന ഒരു തിന്മയാണ് നബി തങ്ങളുടെ സുന്നത്തിനെ വടിച്ചു കളയുക. ഈ തിന്മക്ക് നമ്മളെ പ്രേരിപ്പിക്കാനുള്ള ചിന്താഗതി
ജനങ്ങൾ എന്ത് പറയും, ഭാര്യ എന്ത് പറയും, ഭാര്യ വീട്ടുകാർ എന്ത് പറയും? പല ഹറാമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. സഹോദരന്മാരെ, ഒരിക്കലും ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ലോകത്ത് ഒരിക്കലും ഇവരായിട്ട് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ദീനിൽ ഉറച്ചു നിൽക്കുക. ഭൂരിപക്ഷം എങ്ങനെ, നാട്ടുകാർ എങ്ങനെ, നാട്ടു നടപ്പ് എങ്ങനെ, ഇത് നോക്കുന്നവനല്ല മുസ്ലിം. മുസ്ലിം അള്ളാഹിന്റെ ദീൻ, കൽപ്പന, ദീൻ എന്ന് കൽപ്പിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നവൻ. അതുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, നമ്മുടെ മുന്നിൽ വരും. ഒന്ന്, നമ്മുടെ ബന്ധങ്ങൾ കുറയും, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും, നമ്മുടെ സ്നേഹിതന്മാർ പലരും അകലും. തീർച്ചയാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നീ അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഉറച്ചു നിന്നാൽ നിന്റെ കൂട്ടുകാരുടെ എണ്ണം നിനക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നബിമാർ അവർ പരിശുദ്ധരായിരുന്നു, ഉന്നത സ്വഭാവത്തിന് ഉടമകളായിരുന്നു. പക്ഷേ وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ الْجِنِّ وَالْإِنسِ. നബിമാർക്ക് ശത്രുക്കൾ ഉണ്ടായി. എന്തിന്റെ പേരിലാണ്? നബിമാർ സഞ്ചരിച്ച മാർഗം മോശമായതിന്റെ പേരിലാണോ? ഇല്ല, ഒരിക്കലുമില്ല. സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ശത്രുക്കൾ ഉണ്ടാകും. രണ്ട്, അവനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകും. സത്യത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അവനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകും, കുത്തുവാക്കുകൾ ഉണ്ടാകും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരാളെ സംബന്ധിച്ച് മോശത്തരങ്ങൾ പറയുന്നില്ല എങ്കിൽ, എല്ലാവരും അവനെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുവെങ്കിൽ അവന്റെ വിഷയത്തിൽ നിഫാഖിനെ സംശയിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ച് സത്യത്തിൽ സഞ്ചരിക്കുമ്പോൾ അവൻ പലതും പറയേണ്ടി വരും, പല സത്യമായ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതിന് പലരും പ്രതികരിക്കും. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് എല്ലാവരും നല്ലതേ പറയുന്നുവെങ്കിൽ അവന്റെ വിഷയത്തിൽ നിഫാഖിനെ ഭയപ്പെടണം. പ്രവാചകന്മാർ എന്തെല്ലാം കേട്ടു. നബിയെ, താങ്കൾ കേൾക്കുന്നതെല്ലാം മുൻകഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ പറയപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളെ ഭയന്നുകൊണ്ട് ദീനിനെ വിട്ടുകളയുന്നവനല്ല. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ പറ്റി വിവരിക്കുമ്പോൾ അവസാനം പറഞ്ഞു, അവർക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്. അവസാനം പറഞ്ഞു, അവർക്ക് ഇന്ന ഗുണമുണ്ട്. വലാ യഖാഫൂന ലൗമത ലാഇം. ആരുടെ ആക്ഷേപത്തെയും ഭയപ്പെടാത്തവരാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ചില ടീമുകൾ. ആരുടെ ആക്ഷേപത്തെയും ഭയപ്പെടാത്തവർ. മുസ്ലിമായി ജീവിക്കാൻ ഒരാൾ കാലെടുത്ത് വെച്ചാൽ ആക്ഷേപങ്ങൾ ഉണ്ടാകും. ഭൂരിപക്ഷത്തിനെതിരായി, നാട്ടു നടപ്പിനെതിരായി ദീനിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകും. പക്ഷെ ആക്ഷേപങ്ങളെ വകവെക്കുന്നവനല്ല മുസ്ലിം, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഇത് മുഅ്മിന്റെ അടയാളമാണ്. മുഅ്മിൻ ആക്ഷേപങ്ങളെ ഭയപ്പെടുന്നവനല്ല. നിഫാഖിന്റെ അടയാളമാണ്. അവനെ പ്രശംസിക്കുന്നതും അവനെ പുകഴ്ത്തി പറയുന്നതുമാണ് കൂടുതൽ താല്പര്യം. ആരെങ്കിലും പുകഴ്ത്തി പറയുന്ന സന്തോഷം, ഇത് നിഫാഖിന്റെ അടയാളമാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ മുന്നിൽ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു, ഖലീഫയുടെ മഹത്വവുമല്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിർത്തി, നീ എന്നെയും നശിപ്പിക്കുന്നു, നീയും സ്വയമായി നശിക്കുന്നു. മുഅ്മിൻ ഇഷ്ടപ്പെടുകയില്ല തന്നെ പുകഴ്ത്തുന്നതിന്, തന്നെ പുകഴ്ത്തി പറയുന്നതിന്. മുഅ്മിൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. മുനാഫിക്കാണ് മറ്റുള്ളവർ തന്നെ പ്രശംസിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നത്. അവൻ സഹോദരന്മാർ, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നാം തീരുമാനിച്ചാൽ, ഭൂരിപക്ഷം നോക്കാതെ, നാട്ടു നടപ്പ് നോക്കാതെ അള്ളാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ നമുക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകും, നാം ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇബ്രാഹിം നബിയുടെ ചരിത്രം അതാണ് പഠിക്കുന്നത്. അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി, നാട്ടിൽ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയി, ഭരണകൂടം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്നു അള്ളാഹുവിന് വേണ്ടി. മുഅ്മിൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം സ്മരിക്കേണ്ട ഈ സമയങ്ങളിൽ, ഈ മാസങ്ങളിൽ നാം പിൻപറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇബ്രാഹിം നബിയെ പോലെ ആരെല്ലാം എതിരായാലും, ഭൂരിപക്ഷം എതിരായാലും, നാട്ടുകാരെതിരായാലും, വീട്ടുകാരെതിരായാലും അള്ളാഹുവിന് വേണ്ടി ദീൻ ഉറച്ചു നിൽക്കുന്നവരാകണം. മസ്റൽ മുഅ്മിനി കന്നഖ്ല, നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിന്റെ ഉപമ ഒരു ഈന്തപ്പന മരത്തെ പോലെയാണ്. ഈന്തപ്പന മരത്തിന്റെ പ്രത്യേകത, അത് കാറ്റടിച്ചാലും ചൂട് വന്നാലും തണുപ്പ് വന്നാലും അതിന്റെ സ്ഥാനത്ത് അത് അനങ്ങുകയില്ല. ഇതുപോലെയായിരിക്കണം മുഅ്മിൻ. ഏതെല്ലാം അവസ്ഥകൾ വന്നാലും ആ കാറ്റിൽ ആടി ഉലയേണ്ടവനല്ല, അവൻ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടി, നാട്ടിലെ കൂട്ടുകാർക്ക് വേണ്ടി, ഭൂരിപക്ഷത്തിന് വേണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നവനല്ല. വിവാഹം വന്നു തന്റെ ദീനെ മാറ്റിവെച്ചു, സന്തോഷം വന്നു ദീനെ മാറ്റിവെച്ചു, ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ദീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നവൻ, അഡ്ജ്മെന്റ് ചെയ്യുന്നവനല്ല മുസ്ലിം. മുസ്ലിമിന് നിലപാടുണ്ടാകും, വ്യക്തമായ ലക്ഷ്യമുണ്ടാകും, അതിൽ ഉറച്ചു നിൽക്കും. ജനങ്ങൾ എന്ത് പറയുന്നു, ഭാര്യ എന്ത് പറയുന്നു, ഭാര്യ വീട്ടുകാർ എന്ത് പറയുന്നു, നാട്ടുകാർ എന്ത് പറയുന്നു, ഇതൊക്കെ നോക്കിയിട്ട് ജീവിക്കുന്നതല്ല മുസ്ലിം.
അവന്റെ വ്യക്തമായ ലക്ഷ്യത്തിൽ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പറയുന്നവർ മറുഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ അതിൽ ജീവിച്ച് അതിലായി മരിക്കുകയും ചെയ്യും. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം അതാണ്. ഏതെല്ലാം പ്രതികൂലമായ സാഹചര്യം വന്നാലും നാം ഉറച്ചു നിൽക്കണം. നാം ഒറ്റപ്പെട്ടു പോയി. മുസ്ലിമായി ജീവിക്കാൻ തയ്യാറായപ്പോൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു. മുസ്ലിമായി വിവാഹം നടത്താൻ തീരുമാനിച്ചപ്പോൾ നാം ഒറ്റപ്പെട്ടു. മുസ്ലിമായി വസ്ത്രം ധരിക്കാൻ തീരുമാനിച്ചപ്പോൾ നാം ഒറ്റപ്പെട്ടു. മുസ്ലിമായി ക്യാമ്പസിൽ ജീവിക്കാൻ തയ്യാറായപ്പോൾ ക്യാമ്പസിൽ ഒറ്റപ്പെട്ടു. ഇങ്ങനെയെല്ലാം ഒറ്റപ്പെട്ടാലും നാം ഉറച്ചു നിന്നാൽ അവസാനം അള്ളാഹു ഇബ്രാഹിം നബിയെ ബഹുമാനിച്ചതുപോലെ നമുക്കും അള്ളാഹു ഇസ്സത്തും ഉയർച്ചയും നൽകും. അള്ളാഹ് തന്നെ പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. പക്ഷേ ഖുർആൻ പറഞ്ഞത് അദ്ദേഹം ഒരു സമൂഹമാണ് എന്നാണ്. ഖുർആൻ പറഞ്ഞു ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഇബ്രാഹിം ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ് എന്ന്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകും. നാം ഉറച്ചു നിൽക്കാൻ തയ്യാറായി അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഹിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.